റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ സുസ്ഥിര. ഹലോ, ഈദ് മുബാറക്. ഈദ് മുബാറക് പറയുവാ. ഇന്നതാ പെരുന്നാളിന്റെ തലേന്നാണ് കേട്ടോ. പക്ഷെ പെരുന്നാളിന്റെ തലേന്നായിട്ട് ഞങ്ങള് ഷോപ്പിങ്ങിനൊന്നും പോവല്ല. ഞങ്ങൾ എവിടെ പോവാ ഫി? ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് ഓഫീസിൽ പോവാട്ടാ. ശരിക്കും ഞങ്ങൾ ഓഫീസ് ഉണ്ട്, ഹാഫ് ഡേ കേട്ടോ. സാറ്റർഡേ ആണല്ലോ ഇന്ന്. അപ്പോൾ സാറ്റർഡേ നമുക്ക് ഉച്ചവരെ 1 o'clock വരെ ഓഫീസ് ഉണ്ട്. അപ്പോൾ ഇവായ നമ്മളിന്ന് അവിടെയൊന്നും ആക്കിയിട്ടില്ല. ഇവായ അഫിയുടെ ഓഫീസിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാട്ടാ. അങ്ങനെ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് പ്ലാൻ എന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഓഫീസിൽ പോട്ടെ. ഇപ്പം ആദ്യത്തെ പണി നടക്കട്ടെ. ഇവ അവിടെ പോയിട്ട് എന്ത് കാണിക്കുന്നൊന്നും എനിക്ക് അറിയില്ല. അഫിയെ ശല്യം ചെയ്യോ ഡാഡിയെ? അഫി ആദ്യമായിട്ട് അടിവാരം കൊണ്ട് ഓഫീസിൽ പോകണം. നാളെ ഒരു ദിവസം കൊണ്ടുപോയിട്ടുണ്ട് ഓഫീസിൽ. പക്ഷെ അപ്പോൾ ഓഫീസിൽ ആരും ഉണ്ടായില്ല. ഇതിപ്പം അല്ലേ, ഓഫീസിൽ അഫി പണി എടുക്കാൻ പോകുമ്പോൾ ഇവാനും കൊണ്ട് പോകണത് ആദ്യമായിട്ടാണ്. ഇവ അവിടെ പോയി അലമ്പെടുത്ത് അഫിയുടെ പണിയൊന്നും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഓഫീസിൽ വന്നാൽ മതി നിൽക്കായിരുന്നു കേട്ടാ. ബൈ ബൈ. പണിയെടുക്കുന്ന ജനത അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. ഇവാഫിയുടെ ഓഫീസിൽ പോയിട്ട് എന്തായിരുന്നു അഫി പരിപാടി? എന്തായിരുന്നു അഫി പരിപാടി? ഓഫീസ് എങ്ങനെ ആക്കി നീ? അത് മാത്രല്ലേ 2 ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് ആണ് ഇപ്പൊ ഞാൻ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ പൂച്ച. എടുത്തിട്ട് വന്നേക്കാട്ടോ. ഓരോ സാധനങ്ങളും പറക്കിട്ട് വന്നിട്ടുണ്ട്. ഇനി കൊണ്ടുപോകണ്ട ഫിവാൻ ഓഫീസിൽ. എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ തോന്നുന്നോ? അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നേ. രാവിലോട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ നേരെ നെയ്ച്ചോറ് കടയിൽ പോയിട്ട് അവിടെ നിന്ന് നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫും ആട്ടോ കഴിച്ചത്. ഈ കട ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇവിടെയെങ്കിൽ നമുക്ക് നാട്ടിലെ കല്യാണത്തിനൊക്കെ പോകുന്ന ആ ഒരു വൈബാട്ടാ. എത്ര വേണമെങ്കിലും ചോറും കറിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് അവരിങ്ങനെ വിളമ്പി തരും. ഇവാക്കാണെങ്കിലും ഇഷ്ടമാട്ടോ. ഇവ ഇവിടെ നിന്ന് ഇങ്ങനെ ഇലയിലൊക്കെ തരുന്നതുകൊണ്ട് അവൾക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുന്ന് ചോറ് കഴിക്കാനായിട്ട്. അങ്ങനെ വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതാ പെരുന്നാളിൻ്റെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയതാണ്. സിറ്റി സെൻ്ററിലാട്ടാ പോയത്. അപ്പോൾ ഇവാക്ക് മാത്രമേ എടുക്കണുള്ളൂ. എനിക്ക് ഡ്രസ്സുകൾ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് ചെക്ക് പോയിന്റിൽ നിന്നൊക്കെ വന്ന ഡ്രസ്സുകളൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേതെല്ലാം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അഫീം വൈകിട്ട് എന്തെങ്കിലും പോയി എടുത്തോളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവാക്ക് മാത്രം വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുകയാണേ. അങ്ങനെ ഇവാക്ക് മാക്സിലും ലെഫ്റ്റീസിലും അങ്ങനെ 2-3 ഷോപ്സിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാക്സിൽ നിന്ന് ഒരു ജീൻസും വാങ്ങിയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ഇതാ ഈ ഒരു ഷോപ്പ് ഉണ്ടാകും, മെറ്റാലാൻ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഇവാക്ക് ഇവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായേ. ഈ സംഭവമൊക്കെ ഇവ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്, ഇട്ട് നോക്കാമെന്നും പറഞ്ഞ് എടുത്തിട്ട് പോയതാട്ടോ. അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതിട്ട് നോക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ ഭയങ്കര കോമഡിയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. അതിട്ടിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. പണ്ടൊക്കെ ഈ വായും കൊണ്ട് ഡ്രസ്സിങ് റൂമിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങായിരുന്നു കേട്ടോ. കാരണം അവൾ തീരെ കോപ്പറേറ്റ് ചെയ്യില്ലായിരുന്നു. ഒരു ഡ്രസ്സ് ഇട്ട് നോക്കാൻ സമ്മതിക്കില്ല, ആകെ വാശിയൊക്കെ പിടിക്കായിരുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇപ്പം അത്യാവശ്യം അവൾക്കും ഇഷ്ടമാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാനും കാണാനൊക്കെ ആയിട്ട്. ഒരിട് അത് വേണ്ട, അത് ജിമ്മിൽ പോകുമ്പോഴുന്ന ഡ്രസ്സ് പോലെ ഉണ്ട്. ഇട്ടോണ്ട് വന്നതാട്ടാ. ഓക്കെ, പിന്നെ ദൂരിട്ടുണ്ട് അത് ഇത് കുത്തുണ്ട്. ഇവ കൂട്ടി രാവിലെ എണീറ്റ് കുളിച്ചൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ടല്ലോ. എന്താ ഇന്ന്? ഞാൻ ശരിക്കും അങ്ങനെ കുളിക്കാറില്ല. അവരെ എണീച്ചിട്ട് തന്നെ അങ്ങനെ കുളിക്കാറില്ല. ഇന്ന് പെരുന്നാളായോണ്ട് രാവിലെ കുളിച്ചല്ലേ. ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടാ. ഇന്ന് നമുക്ക് എന്താ പറയുക, പെരുന്നാൾ സ്പെഷ്യലായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാ. ഇഡ്ഡലിയും ചട്നിയും അതൊക്കെ തന്നെയുള്ളു. അങ്ങനെ വീണ്ടും അടുത്ത ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുഡ് കഴിക്കൽ മാത്രമേ നടക്കണുള്ളൂ. ബിരിയാണി, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണ്ണുണ്ട് ഇവ അതാ രാവിലത്തെ പോലെ തന്നെ അങ്ങനെ ഇരിപ്പുണ്ട്. ഇവ വീട്ടിലിടുന്ന ഡ്രസ്സാട്ടോ ഇട്ടേക്കണേ. പുതിയ ഡ്രസ്സാണ്. പക്ഷേ അയ്യോ എന്ത് കാണിക്കാൻ? അത് ഞാൻ ഓർത്തിനി പുതിയ എടുക്കാൻ പോകുന്നത്. പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട് അല്ലേ?
അത് നമ്മള് വെച്ചേക്കാണ്. ഇതിന്റെ വേറെ കളർ, പക്ഷെ ഈ ഡിസൈൻ തന്നെ പർപ്പിൾ കളർ അല്ല. ഈ ഡിസൈൻ കൊണ്ട് ഈ പിങ്ക് കളർ അല്ല, പർപ്പിളാ. ഇവക്ക് പെരുന്നാളിന് നമ്മൾ വേറെ 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അല്ലേ? അത് പുറത്ത് പെരുന്നാളാകുമ്പോ കാണിച്ചു. അപ്പൊ ഞങ്ങള് ചോറ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഈദിന്റെ 3ാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ ആയിരുന്നു ഇന്നലെ. പെരുന്നാളിന് ആ ഫുഡടി അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. ഇന്നിപ്പോൾ അടുത്ത ദിവസമായി. ഞങ്ങൾ വൈകുന്നേരം പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒരു മൂവിക്ക് പോവാണ്. ഏത് മൂവിയാ ഫി? ഗോളം. ആ, ഏത് മൂവിയാണെന്നൊന്നും എനിക്കറിയില്ല. മലയാള സിനിമയാ. ഇവ ഒരു ബാഗിൽ ഫുള്ള് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? കാണുന്നില്ല, ഇരുട്ടാണ്. അപ്പോൾ നാളെ ഒരു ദിവസം കൂടെ ഉള്ളട്ടാ ഇനി അവധിയുള്ളത്. ഈ വെറുതെ ആയിപ്പോയി ഈ പ്രാവശ്യത്തെ അവധികളൊക്കെ അല്ലേ? കാര്യമായിട്ടൊന്നും സൺഡേ ആയതുകൊണ്ടും പിന്നെ ചൂടായതുകൊണ്ടും എവിടെയും പോയിട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ചുമ്മാ തിന്ന് ഉറങ്ങിയൊക്കെ വീട്ടിലിരുന്ന് ഇപ്പം അടുത്ത ദിവസമായി. ജസ്റ്റ് എവിടെയെങ്കിലും പോകണമെന്നും പറഞ്ഞിറങ്ങിയതാട്ടോ ഇത്. ആദ്യമായിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ തിയേറ്ററിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. 8:30 എത്തിയിട്ടോ. 9 മണിക്കത്തെ ഷോയ്ക്ക് ഫസ്റ്റാണ് നമ്മൾ നേരത്തെ വരുന്നത്. അല്ലെങ്കിൽ 9:05, 9:10 ഓടിപ്പിടിച്ച് കയറലാണ്. സിനിമ കണ്ടോണ്ടിരിക്കുക ഇവിടെയാ. ഇവിടെ ഒരു സിനിമ വെച്ചു. ഓ മേലെ ഇനിയിപ്പോൾ എന്തായാലും മൂവി തുടങ്ങാനായിട്ട് ഒരു 10-20 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് റീസെൻ്റായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഡെർമാക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വൈറ്റമിൻ സി സെറാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ ഇത്. അടുത്തത് പ്ലമ്മിൻ്റെ ഈ ഒരു ടോണർ ആട്ടോ. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോണറാണ്. കാരണം നല്ലൊരു ഫ്രഷ് ഫീൽ ആട്ടോ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത്. അടുത്തത് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു ചൂടത്തും വെയിലത്തൊക്കെ എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ചൂടും വെയിലൊന്നും ഇല്ലെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അടുത്തത് ലാക്മിയുടെ ഈ ഒരു ലൂമി ക്രീം ആട്ടോ. ഇതൊരു മോയ്സ്ചറൈസർ ആണ്. ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് തരുന്ന ഒരു മോയ്സ്ചറൈസർ ആട്ടോ. നമുക്കിങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഇത് മാത്രം അപ്ലൈ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. ഇനി ലാസ്റ്റ് വൺ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് കൺസീലറാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺസീലർ ആട്ടോ. അത്യാവശ്യം നല്ല കവറേജും തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ മൂവിയൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു മൂവിയായിരുന്നു. ക്രൈം ത്രില്ലർ ആയിരുന്നു കേട്ടോ. ഒരുപാട് നമുക്ക് കണ്ട് പരിചയമുള്ള എന്താ പറയുക എന്നാ സിനിമയിൽ ഇല്ലാത്ത കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് മൂവി നല്ല ഇഷ്ടമായി. ഇവ ആണെങ്കിൽ ഉറങ്ങിയും പോയിട്ടാ. നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിയിൽ ഇവ കാറിൽ കിടന്ന് നല്ല ഉറക്കമായേ. മൂവിയൊക്കെ കണ്ടിറങ്ങിയിട്ട് ഞങ്ങൾ ഷാർജ കോർണിഷിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് അൽബൈക്കും ആകാൻ വന്നതാണ്. വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ ഇരുന്ന് നല്ല ചൂട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. ഇവ ഇന്ന് ഭയങ്കര ഉറക്കാട്ടാ. ഇവ തീരെ എണീക്കണില്ല. ഇവിടെ ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാന്നൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് അഫി അങ്ങ് ദൂരെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നടന്നു വരാം കേട്ടോ. ഇങ്ങനെ ഉണ്ട് അഫി? ഇവ എടുത്തിട്ട് നടക്കല്ലേ? സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇവ വലുതാണ്. ഇപ്പോഴാ മനസ്സിലായേ? നിങ്ങളുടെ വണ്ടി എത്തിയിട്ടുണ്ടേ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഈദും അവധിയൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയിട്ടാ. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടിയുള്ള അവധി. പക്ഷേ നാളെ ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്. അതെന്താണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നാളത്തെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. 2-3 ദിവസത്തെ കാര്യങ്ങളാണേലും അതിന് മാത്രമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് വെറുതെ ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ചൂടായിരുന്നുകൊണ്ട് തന്നെ വേറെ അങ്ങനെ വലിയ ആക്ടിവിറ്റീസും കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. വല്ല മാളിലോ അല്ലെങ്കിൽ മൂവി കാണാൻ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്കപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.